ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് 40 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ 25 വയസ്സും. തന്റെ യൗവനകാലത്ത് ഒരു മധുര 17കാരിയെ വിവാഹം ചെയ്യേണ്ട സാഹചര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40കാരിയായ പുനർവിവാഹിതയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹാലോചനയെ അംഗീകരിക്കുകയാണ്. മുമ്പ് രണ്ടുപേരുടെ ഭാര്യയായി ജീവിച്ചവരാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അവരുടെ വേർപാടിന് ശേഷം വിധവയായി കഴിയുകയായിരുന്നു. 3 മക്കളുണ്ടായിരുന്നു. അന്നേരമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അൽ അമീന്റെ സൽസ്വഭാവവും മഹനീയ ഗുണങ്ങളും കേട്ടറിഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അൽ അമീനിലേക്ക് വരുന്നത്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാന്നിധ്യത്തിലും സാരഥ്യത്തിലും ആ വിവാഹവും നടന്നു. ജീവിതസഖിയായ ഖദീജ ബീവിയോടൊപ്പം നാളുകൾ കഴിഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും കീഴടങ്ങി. അവർ റഹ്മത്തിലേക്ക് യാത്രയായപ്പോൾ മഹദിയായ ഖൗല ബീവി ഉസ്മാൻ ഇബ്നു മൾഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവർ വന്ന് ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, ഇനി മറ്റൊരു വിവാഹം കഴിക്കണ്ടേ? യാ റസൂലല്ലാഹ്, അലാ തതസവ്വജ്. ഖൗല ബീവിയുടെ ആ അന്വേഷണം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അന്വേഷണത്തിന് ചെവി കൊടുക്കുകയാണ്. ഖൗല ബീവി 2 വനിതകളെ അവതരിപ്പിച്ചു. അതിലൊന്ന് സൗദാ ബിന്ത് സമഅയാണ് റളിയല്ലാഹു അൻഹ. അവർ സക്രാൻ ഇബ്നു അംർ എന്ന മഹാന്റെ ഭാര്യയായിരുന്നു. ആദ്യകാലത്ത് മുസ്ലിമായ വനിതയാണ് സൗദാ ബിന്ത് സമഅ റളിയല്ലാഹു അൻഹ. ഹബശയിലേക്ക് ഹിജറ പോയി. കാരണം ഇസ്ലാം ആശ്ലേഷിച്ചതിന്റെ പേരിൽ അഴിച്ചുവിട്ട പീഡനങ്ങളിൽ അമർന്ന് ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഹബശയിലേക്ക് ഭർത്താവിനോടൊപ്പം ഹിജറ പോയത്. ഹബശയിലെ വാസം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മക്കയിലെ സാഹചര്യം വല്ലാതെ മാറിയിട്ടില്ല എങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നു എന്ന വിളംബരം വന്നപ്പോൾ ഹബശയിൽ പോയവർ പലരും തിരിച്ച് മക്കയിലേക്ക് വന്നു. അക്കൂട്ടത്തിൽ മഹദിയായ സൗദാ ബിന്ത് സമഅയും ഭർത്താവ് സക്രാൻ ഇബ്നു അംറും ഇരുവരും വന്നു. എന്നാൽ മക്കയിൽ വന്നപ്പോഴേക്ക് ഭർത്താവ് മക്കയിൽ വെച്ച് വിട പറയുകയാണ്, വഫാത്താവുകയാണ്. അങ്ങനെ സൗദാ ബീവി റളിയല്ലാഹു അൻഹ അനാഥയായി. അവരുടെ കാര്യത്തിൽ ആശങ്കയായി. കാരണം സ്വകുടുംബത്തിലേക്ക് വിട്ടാൽ അവർ ഇനിയും പീഡനങ്ങൾക്ക് ഇരയാകും. കാരണം അവരുടെ സഹോദരൻ പോലും അബ്ദുല്ലാഹ് ഇബ്നു സമഅ, അദ്ദേഹം പോലും മഹദിയെ ഇനി നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കാനിരിക്കുകയാണ്. കാരണം ഭർത്താവ് മരണപ്പെട്ടു, അനാഥത്വത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പലരും അത്തരം വിചാരത്തിൽ കഴിയുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദാ ബീവിയെ തന്റെ ജീവിത വഴിയിലേക്ക് സ്വീകരിക്കുകയാണ്. അതവർക്ക് വല്ലാത്തൊരാശ്വാസമായി ഭവിച്ചു. കാരണം ഇസ്ലാം സ്വീകരണത്തിന്റെ പേരിൽ കൊടിയ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയയായ മഹദി, നാടുവിട്ടു പോകേണ്ടി വന്ന മഹദി, ഇപ്പോൾ അനാഥത്വത്തിൽ അകപ്പെട്ടുപോയ മഹദി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്ത് ചേർത്ത് നിർത്തുമ്പോൾ, തന്റെ ഭാര്യയാക്കി സ്വീകരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദ ബീവിയെ വിവാഹം ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു സമഅ എന്നവർ സഹോദരൻ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് നിരാശനായി നടന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ സൗദ ബീവിയും സുരക്ഷിതയായി റളിയല്ലാഹു അൻഹ.